പോക്കരിത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് ഞാനാണെന്ന് കോളേജിൽ എല്ലാവരും പറയുമ്പോഴും ഞാനത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കും തോന്നിത്തുടങ്ങി. എനിക്കൊന്നും കേൾക്കണ്ട, ഇനി നിങ്ങൾ എന്നെ വിളിക്കാൻ വേണ്ട. ഹലോ സർ, സർ ഞങ്ങൾ പറയുന്നോട് കേൾക്കൂ. ഹലോ സാർ കട്ട് ചെയ്തു. എന്താടാ സാർ ചൂടിലാണോ? അതെ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും സാറിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു നിലയ്ക്ക് നമ്മൾ സാറിനോട് പറയാതെ വന്നത് തെറ്റാ. ആ സിറ്റുവേഷനിൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന് നല്ല വിഷമമുണ്ട്. എന്താടാ നമ്മളിങ്ങനെ ആർക്കും വേണ്ടാത്തവരായി പോയത്? ഒരു ദിവസം എല്ലാം മാറും. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അല്പം മുമ്പ് പെരിങ്ങോട് കരയ്ക്കടുത്ത് ചെത്തുകടവിൽ സംഭവിച്ച തോണി അപകടത്തെക്കുറിച്ച് തത്സമയ വാർത്തകളുമായി നമ്മോടൊപ്പം റിനു മാത്യു ലൈനിലുണ്ട്. റിനു, എന്താണ് ഏറ്റവും പുതിയ വാർത്തകൾ? സജി, ഒരു വലിയ ദുരന്തം തന്നെയാണ് ചെത്തുകടവും കേരളവും കഴിഞ്ഞ ഏതാനും സമയത്തിനുള്ളിൽ മുഖാമുഖം കണ്ടത്. 14 സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 20 പേരെയും കൊണ്ട് ഇന്ന് രാവിലെ ചെത്തുകടവ് പുഴയിൽ മുങ്ങിയ വള്ളത്തിൽ നിന്നും 20 ജീവൻ രക്ഷിച്ച 3 ചെറുപ്പക്കാരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഫയർഫോഴ്സും മറ്റ് സന്നാഹങ്ങളും എത്തും മുമ്പ് തന്നെ 20 പേരെ അതിസാഹസികമാം വിധം ഇവർ കരക്കെത്തിച്ചു. ചെത്തുകടവ് മാത്രമല്ല, കേരളം മുഴുവനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നാട് മുഴുവനും നിങ്ങളെ കാണാനും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനുമായി കാത്തു നിൽക്കുകയാണ്. ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ എറിക് ജോൺ. ഞാൻ ബാബുലു. അമൽ. ഞങ്ങൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സ്റ്റുഡൻസാ. എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീസ മാഡമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇപ്പോ ട്രീസ മാഡത്തോടാ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഇതുപോലൊരു സാഹസത്തിനുള്ള ഇൻസ്പിറേഷൻ, മനക്കരുത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? മറ്റെവിടുന്നുമല്ല. ഏതൊരു പ്രതിസന്ധിയും വളരെ ലാഘവത്തോടെ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പോൾ ഹെൻറി സാറിന്റെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ മനക്കരുത്ത്. സജീവ്, കളക്ടർ, സ്ഥലം MLA തുടങ്ങി മറ്റു പ്രമുഖരും ഇവിടെ എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഉടനെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് വേസ്റ്റിലും ഉണ്ട് മാഡം ഗോഡ്. അവരിപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയ. ഐ ആം പ്രൗഡ് ഓഫ് ദം. മാഡം, ഓഫീസിലേക്ക് ചീഫ് മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് 4 എണ്ണം കിട്ടിയപ്പോ പയ്യന്മാരങ്ങ് മിടുക്കന്മാരായി. ഒറ്റ ദിവസം കൊണ്ട് അവന്മാർക്ക് നല്ല പേരായി. ടിവിയില് മുഴുവൻ അവന്മാരായിരുന്നല്ലോ. വന്നപ്പോ തന്നെ അടിച്ചോടിച്ചത് എന്തായാലും നന്നായി. തനിക്ക് ഈ പെട്ടിയൊന്ന് വീട്ടിൽ വെച്ചിട്ട് വന്നോളൂ. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പോയിട്ട് വരിക. നമ്മുടെ നാടിന്റെ വികസന പദ്ധതികളാണ് ഇതിനകത്ത്. വാർഡിലൊരു വികസനവും നടന്നില്ലെങ്കിലും ഇവൻ പദ്ധതി എന്ന് പറയാൻ പഠിച്ച്. കൊക്കാല സുലൈമാൻ എന്താ തിരിഞ്ഞിരിക്കുന്നത്?
സുലൈമാൻ കഴിക്കണ്ട ഇത് ഞാൻ കഴിക്കാം. ഇപ്പൊ ഞാൻ സുലൈമാനല്ല, സുരേന്ദ്രനാ. ഞാൻ ഹിമാറാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ വലിയ നിയമം പറയുന്നവനല്ലേ? വീടില്ലാത്ത എന്നെ പോലുള്ളവർക്ക് വീട് വെക്കാനുള്ള കാശ് പഞ്ചായത്തിൽ കൊടുക്കുന്നില്ലേ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വെക്കാനുള്ള കാശ് കൊടുക്കുന്നുള്ളൂ. കുറെ കാലം ഇവൻ ദാരിദ്ര്യം പിടിച്ച രേഖയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട്. രേഖാമൂലം നിന്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഭൂമി വെച്ചിട്ടൊരു വീട് വെക്കുവല്ല. ഇതാ ഭൂമിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഭൂമിക്കൊക്കെ ഭയങ്കര വില കുറവ്. എന്തിനാണ് അടിച്ചത്? വില കുറവുള്ളത് കൊണ്ട്. ഇവന്റെ പേരിലുള്ളത് എന്റെ മോന്റെ മണ്ണ. വില്ലുവേലായുധം വിശ്വസ്തനായ ബിനാമി മാത്രം. അറിയോ? ഇനി ആരെങ്കിലും ആ ഭൂമി മുറിച്ചു വെക്കാൻ വില്ലിന് ഉപദേശിച്ചാൽ കൊന്നുകളയും. ഞാനല്ല, എന്റെ മോൻ. എല്ലാവരും വിട്ടോ, പോയിക്കോ. അതെ, പാമ്പ് പിള്ള പോണത് കണ്ടാ കോർക്കായോ? കുടിച്ചു വില്ലു പോലെ ആയി. എന്നെ വില്ല് പോലെ ആക്കിയത് അവളാ. ഞാൻ ഒരുപാട് സ്നേഹിച്ച്. അവള് പോയി. പോട്ടെ പുള്ളി. അയ്യോ പാവം. വിണ്ണളക്കാം കടലളക്കാം, പെണ്ണിനെ ആർക്കാണളക്കാനാവൂ. വിണ്ണളക്കാം കടലളക്കാം. മരം കൊത്തുമണി കള്ളം മെമ്പറേ, അവൻ അടിക്കട്ടെ. കറണ്ട് പോയ മെമ്പർമാർക്ക് മാത്രമല്ല മന്ത്രിമാർക്ക് വരെ കഴിക്കാം. വോട്ടർമാർ അറിയുന്നില്ലല്ലോ. പാർത്തം പിള്ള വീണു. ഈ ഒരു രാത്രി നിന്റെ അമ്മാവനെ ഇരുട്ടത്തിരിക്കട്ടെ. കറണ്ട് പോയതും എന്റെ അമ്മയെന്ന് വിളിച്ചിട്ട് അപ്പോ ഒരു പിഴല. എന്റെ അമ്മയെ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. മതി മമ്മി. എന്താ ആർക്കും ഭക്ഷണം ഇഷ്ടായില്ലേ? ഒട്ടും ഇഷ്ടായില്ല. അതുകൊണ്ടൊന്നും ബാക്കിയായില്ല. അയാൾ ഇരട്ടി തടഞ്ഞു വീണപ്പോ അറിയാതെ ചെന്ന് തലയ്ക്കൊരു അടി കൊടുത്താലോന്ന് വിചാരിച്ചതാ. മതി, നമ്മൾ ആരോടും പ്രതികാരം തീർക്കാനൊന്നും പോകണ്ട. സത്യം പറഞ്ഞ അമ്മ വീണതിൽ അമ്മയ്ക്ക് നേരിയ വിഷമമുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാതിരിക്കുക. എന്തൊക്കെ കാണിച്ചാലും ഒരു അമ്മ പെറ്റതല്ലേ ഞങ്ങള് രണ്ടുപേരെയും. ഈ ഒരു സ്നേഹം ഇങ്ങോട്ടില്ലല്ലോ. എന്തൊക്കെ ദുഷ്ടത്തരം ചെയ്താലും എന്നും ആ കംസനങ്ങളുടെ ഫാനാണമ്മ. ഞാൻ വെറുതെ എന്താ ഇവളെ കണ്ടിട്ട് 3 പേര് അന്തമിട്ട് നിൽക്കുന്നത്? ഇത് നമ്മുടെ പാൽക്കാരി തങ്കമണിയുടെ അനിയത്തിയാ, വർഷ. കാളക്കുട്ട അവനെത്തി. ഈ അനിയനും ചേട്ടനും മിക്കവാറും ഞാനൊരു ദിവസം വെടിവെച്ച് കൊല്ലും. അല്ലെങ്കിൽ വേണ്ട, നേരെ ചെന്ന് കാല് പിടിക്കാം. ചേട്ടാ ഒന്നിങ്ങ് വന്നേ. കുടുംബത്തോടെ വരണ്ട, ചേട്ടൻ മാത്രം വന്നാ മതി. വേണ്ട, എനിക്കൊരല്പ തിരക്കുണ്ട്. തൽക്കാലം ഞാൻ പറയുന്നത് ചേട്ടൻ അങ്ങോട്ട് കേട്ടാ മതി. അതെ, ഞാനൊരു അവിവാഹിതനാണ്. ഞാൻ ഇതുവഴി വരുന്നത് തങ്കമണിയെ കാണാൻ തന്നെയാണ്. ഞാൻ തങ്കമണിയെയും തങ്കമണി എന്നെയും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട്. ഞാൻ അവളെ കെട്ടും. അതിന് ചേട്ടൻ ആ സാധനത്തെ വീട്ടിൽ കെട്ടിയിടണം. മനസ്സിലായല്ലോ? ലോകത്ത് ഒരു പ്രണയകഥയിലും കാണില്ല കാമുകി കാമുകന്മാർക്കിടയിൽ കാള വില്ലനാകുന്നത്. ഞാൻ പോവാ തന്നെയാണ്. മര്യാദയ്ക്ക് പറഞ്ഞ തനിക്കൊന്നും മനസ്സിലാകില്ലേ? രണ്ടിന്റെ പേരിൽ വധശ്രമത്തിന് കേസ് കൊടുക്കും ഞാൻ. വകുപ്പാണെന്നറിയോ? കാളകുത്തി കൊന്ന കേസില്ല.
ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ ഉടനെ വർക്ക് പോയിട്ട് ഓ കള്ളൻ. എന്റെ ഈശ്വര, ഇവന്മാരത് എന്തിനുള്ള പുറപ്പാടാണാവോ? ആഹാ, നീ പെട്ടെന്ന് വന്നല്ലോ. പാൽ എല്ലാവർക്കും കൊടുത്തോ? ഓ എന്റെ ഈശ്വര, പാൽ അത്ര ഇതിനകത്തുണ്ടല്ലോ. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? പഠിച്ചോട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാറില്ല. പഠിച്ചു വല്ല ജോലിയും കിട്ടിയ ഇവൾക്കെങ്കിലും ഒരു ജീവിതാവില്ലേ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ കുടുംബത്തിലെ ഒരു ഈരുകാലികളും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ആ നാൽക്കാലികള് ഒരു മടിയില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അകട് ചേർത്തി തന്നിട്ടുണ്ട്. നിന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വലിയ ആശ്വാസമായി. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിത് അതുങ്ങൾക്ക് കൊടുക്കട്ടെ. പശുക്കളൊക്കെ എന്തു പറയുന്നു തങ്കമണി? അതിന് പശുക്കൾ സംസാരിക്കാറില്ലല്ലോ. എന്നാര് പറഞ്ഞു തങ്കുണി? ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ, അത് ശരിയാ. കന്നുകാലികളുടെ ഭാഷ കന്നുകാലികൾക്കല്ലേ അറിയൂ. എനിക്കിട്ട് പണി തന്നാണല്ലേ. തങ്കുണി എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. വധഭീഷണി പോലും പേടിക്കാതെയാണ് ഞാൻ ഇവിടെ നിന്നെ കാണാൻ വരുന്നത്. എന്റെ ഉള്ളിൽ ആഗ്രഹം പെട്ടെന്ന് ചോദിച്ചറിഞ്ഞ് എനിക്കൊരു മറുപടി തന്നില്ല എങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ടൊരു കാമുകനെ കാള കുത്തി കൊന്ന് എന്ന് നിനക്ക് കേൾക്കേണ്ടി വരും. തങ്കോണി, തങ്കോ. സംഭവിച്ചതെല്ലാം ഞങ്ങൾ പറഞ്ഞപ്പോ ട്രീസമ്മയുടെ ഹെൻറി സാറും മറ്റെല്ലാവരും ഞങ്ങൾ വെറുത്തു. ഞങ്ങൾ ക്ലാസ്സിൽ കയറാതെ ഹോസ്റ്റലിൽ തന്നെ പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ കിടന്നു. ഞങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല. കാരണം ഞങ്ങൾ 3 പേരും ക്യാമ്പസിന് വേണ്ടായിരുന്നു. എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടപ്പോ ആദ്യം നികിതയും ഷീനമോളും വീട്ടിലേക്ക് പോയി. പിന്നെ എനിക്ക് മാത്രം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതാ ഞാനും വീട്ടിലേക്ക് പോകുന്നത്. ചേച്ചിയോട് ഞാൻ പറഞ്ഞത് സ്റ്റഡി ലീവാന്നാ. പാവം വിശ്വസിച്ചു. ഞങ്ങൾ 3 പേരും കാണിച്ച തെറ്റുകൾക്ക് മാപ്പ്. വെരി ഗുഡ്. ഇവൾക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. ചേച്ചിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞതാ. പെരിങ്ങോട്ടുകരയിലെത്തിയ ഇവർ ആസിയാൻ കരാറിന്റെ ആശാന്മാരാണെന്ന് ഗ്രാമവാസികൾ ഉത്കണ്ഠപ്പെടുന്നു. ചേട്ടാ, എത്ര പേരുണ്ട്? 3-4 പേരുണ്ട്. എത്ര സമയം എടുക്കും? 1-2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുക്കും അല്ലേ? ഞാനാണ് ഇപ്പൊ വരാട്ടോ. ഹായ്, ഇതെങ്ങനെയാ പറ്റിയത്? പറ്റിയതല്ല പപ്പ, പാർത്തമ്പിള്ളയെ പറ്റിച്ചതാ. സംശയമില്ല, ആ പിള്ളേര് തന്നെയാ. അവന്മാരെവിടുന്ന് പറഞ്ഞയക്കാനുള്ള പദ്ധതികളൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ അവർക്ക് പിന്നിലിപ്പോ മാധ്യമങ്ങളും മന്ത്രിമാരുണ്ട്. അതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കണം. നിങ്ങൾ ആരും അവന്മാരുമായി ചങ്ങാത്തമോ അവർക്കൊരു സഹായമോ ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല. പക്ഷെ അവർ സുഭദ്രാമയുടെ മണ്ണിൽ കൃഷി ഇറക്കാനുള്ള ആലോചനയില്ല. അതാണ് അവരുടെ ഹിഡൻ അജണ്ട. പെരുങ്ങോട്ടുകരയിൽ വന്ന് ഒരു വരുത്തിനും വിത്തെറിയില്ല. വിത്തെറിഞ്ഞാൽ അത് ഈ മണ്ണിൽ വേരോടാൻ ഈ പാർത്തമ്പിള്ള ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല. വേരായതാ, നീ വന്ന് വണ്ടി കയറ്. ഓ, ഇപ്പൊ വൃത്തിയാക്കി തരാം. വായ വെച്ചേക്കണ്, വല്ല കണ്ടലക്കാടും വെച്ച് പിടിപ്പിക്കാണ്ട്. വ്യക്തി
നിർത്താൻ ഈ വേലായുധന് ആവേശോ? നട്ടു വളർത്തായത്തിന് ബുദ്ധിമുട്ടാ. അല്ല, എന്തിനാണ് അതൊക്കെ നട്ടു വളർത്തുന്നത്? താമ നടത്താൻ ലോറിക്ക് സാധനം വരില്ലേ? ഇനി തെങ്ങ്, മാവ്, കവുങ്ങ്, പ്ലാവ് എന്ത് വേണമെന്ന് പിള്ള സാർ പറഞ്ഞോ? സന്തോഷം കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചപ്പോ? ഒരു രാത്രി നീ എന്നെ ഇരുട്ടത്താക്കി. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഞാനൊന്ന് വീണു. പക്ഷേ പകൽ വെളിച്ചത്തിൽ കണ്ണു കാണാതെ നീ എന്റെ മുന്നിലൂടെ തപ്പിത്തടഞ്ഞ് നടക്കും, വീഴും. നീ മുട്ടുകുത്തി വീഴുമ്പോ ഒക്കെ തിരുത്തി ഈ മുറ്റത്തുകൂടെ കൊണ്ടു നടന്നത് ഈ കൈകൊണ്ട. ആ കയ്യാ നീ. സുഭദ്രയുടെ മക്കളോടും ചെയ്തൊന്നും പോരെ. അവൾ എത്ര കാലമായി മറുത്ത ഒരു അക്ഷരം പോലും പറയാതെ എല്ലാം സഹിച്ചു കഴിയുന്നു. ആ കുട്ടികളുടെ ശാപം നമ്മുടെ മോനെ കിട്ടുക. സുഭദ്രയെ കുറിച്ചുള്ള നിന്റെ ആദി തീരണമെങ്കിൽ ഞാൻ മരിക്കണം. വർഷങ്ങളായിട്ട് കൃഷി ഇറക്കാതെ കിടക്കുന്ന പാടം. വിത്തെറിയാനും സമ്മതിക്കില്ല, വിൽക്കാനും സമ്മതിക്കില്ല. കൃഷി ഇറക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞങ്ങളുടെ പാടത്ത് ഇവിടുന്ന് ഒരാളും ജോലിക്ക് വരില്ല. കിഷോറിനമ്മാവനെ അസലൊരു തണ്ടുതരപ്പനാ. തണ്ടുതുരപ്പനോ? അത് നീ ബബുലുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? സോറി. ഈ പാടത്ത് കാളപൂട്ടി കൃഷി ഇറക്കുന്നത് ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. നടക്കില്ലെന്ന് കണ്ടപ്പോ ആ മോഹവും വിട്ടു കളയാൻ വരട്ടെ. നമ്മള് കാട്ടിക്കൂട്ടി ഓർക്കുമ്പോ ഇതൊക്കെ നിസ്സാരം. വേണമെങ്കിൽ നമുക്കിനി ഇറങ്ങാം. ഇതൊരു വെക്കേഷൻ ആണെന്ന് സങ്കല്പിച്ചാൽ മതി. ഒരു പണിഷ്മെന്റ് വെക്കേഷൻ. കൃഷിയിൽ എത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും മൺവെട്ടി പിടിക്കാൻ നമ്മളെ ഹെൻറി സാർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്തായാലും രാത്രി ലേഡീസ് ഹോസ്റ്റലിൽ എത്തേണ്ട സ്ട്രഗിൾ ഒന്നും വേണ്ടി വരില്ലല്ലോ.